ഖത്തറിൽ ഹമാസ് മധ്യസ്ഥ സംഘത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണം സംബന്ധിച്ച് യുഎസിനെ അറിയിച്ചത് അവസാന നിമിഷമാണ്. ഈ വിവരം യുഎസ് അധികൃതർ ഖത്തറിന് കൈമാറുമ്പോഴേക്കും ദോഹയിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് സ്ഫോടന ശബ്ദം ഉയർന്നിരുന്നതായും റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം വിവരം വൈറ്റ് ഹൗസിനെ അറിയിച്ചതെന്ന് യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത്. 10ലധികം ഇസ്രായേലി ജെറ്റുകൾ ഓപ്പറേഷനിൽ ഏർപ്പെട്ടതായും ദോഹയിലെ ഹമാസ് നേതാക്കൾ ഉപയോഗിക്കുന്ന വീടിന് നേരെ ദീർഘദൂര ആയുധങ്ങൾ പ്രയോഗിച്ചതായും യുഎസ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം ഖത്തറിലേക്ക് മിസൈൽ വിക്ഷേപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഇസ്രായേൽ യുഎസിനെ അറിയിച്ചതെന്നും എന്നാൽ അപ്പോഴും ആക്രമണത്തിന്റെ കൃത്യമായ സ്ഥാനം വ്യക്തമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ മിസൈൽ വിക്ഷേപണം അറിഞ്ഞ യുഎസ് സൈനിക ഉദ്യോഗസ്ഥർ ഇസ്രായേലിന്റെ ലക്ഷ്യം ഊഹിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ട്രംപിന്റെ ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പരിഗണിക്കാൻ നിരവധി ഹമാസ് നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടിയതായി ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്നു. ഈ സമയമാണ് ആക്രമണത്തിന് ഇസ്രായേൽ തെരഞ്ഞെടുത്തതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്തു. ആക്രമണ വിവരം മുൻകൂട്ടി അറിയിച്ചില്ലെന്ന ഖത്തറിന്റെ പ്രതികരണം ശരിവെക്കുന്നതാണ് പുതിയ വിശദാംശങ്ങൾ. യുഎസ് ഉദ്യോഗസ്ഥന്റെ കോൾ വരുമ്പോൾ സ്ഫോടനം നടക്കുകയായിരുന്നുവെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി നേരത്തെ അറിയിച്ചിരുന്നു. ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം ഖത്തറിന് മുൻകൂട്ടി അറിയിച്ചു എന്ന പ്രചാരണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ദോഹയിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടന ശബ്ദം കേൾക്കുന്നതിനിടെയാണ് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഫോൺ വന്നതെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഖത്തറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു. ഖത്തർ അമീറിനോടും പ്രധാനമന്ത്രിയോടും പ്രസിഡന്റ് സംസാരിക്കുകയും നമ്മുടെ രാജ്യത്തോടുള്ള പിന്തുണയ്ക്കും സൗഹൃദത്തിനും നന്ദി പറയുകയും ചെയ്തെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്നലെ പ്രാദേശിക സമയം വൈകിട്ട് 4:30 തലസ്ഥാനമായ ദോഹയിലെ ജനവാസ കേന്ദ്രത്തിൽ ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഖത്തർ സൈനികരടക്കം 6 പേർ മരിച്ചു. വടക്കൻ ദോഹയിലെ ലക്തിഫിയ പരിസരത്തെ ഹമാസിന്റെ നേതാക്കൾ താമസിക്കാറുള്ള കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം. ദോഹയിലെ ഹമാസ് നേതാക്കൾ ഉപയോഗിക്കുന്ന കെട്ടിടം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് വിവിധ രാജ്യങ്ങളുടെ എംബസികൾ, സ്കൂളുകൾ, ഓഫീസുകൾ എന്നിവയും സ്ഥിതി ചെയ്യുന്നുണ്ട്. നിലവിൽ ഹമാസിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുൻനിര നേതാവായി കരുതുന്ന ഖാലിദ് മിഷ്അൽ, ഹമാസ് രാഷ്ട്രീയ കാര്യ ഉപമേധാവി ഖലീൽ അൽ ഹയ്യ, വെസ്റ്റ് ബാങ്കിലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ സഹീർ ജബാരീൻ തുടങ്ങിയവരാണ് ഈ സമയത്ത് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. നേതാക്കൾ വധശ്രമത്തെ അതിജീവിച്ചതായും ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹുമാമും സഹായിയും 3 അംഗരക്ഷകരും രക്തസാക്ഷിയായതായും ഹമാസ് നേതാവ് സുഹൈൽ അൽ ഹിന്ദ് അറിയിച്ചു. കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന ഖത്തർ സൈനികരാണ് കൊല്ലപ്പെട്ട 6ാമത്തെയാൾ.